മനസ്സിലാക്കിയില്ലേ? ഞാൻ ആദ്യം കേക്ക് അവർക്ക് മനസ്സിലാക്കി. കേക്കല്ല, കേക്കാക്കി. നിങ്ങളെ മോള് വല്ലവൻ്റെ ഒളിച്ചോടി പോയാൽ നിങ്ങളെ മൂത്തമ്മ എന്നോട് കാവിൽ നിർത്തിയിരിക്കുക. അതിന് നിങ്ങൾ എന്റെ മെക്കിട്ട് കയറാൻ പറയുന്നത് കേട്ടോ. കയറ്റി തരും കേട്ടല്ലേ? കയറ്റി നിങ്ങൾ അന്ന് പറഞ്ഞില്ല ഞാൻ. എനിക്കറിയാം യവനെ കൊണ്ട്. മത്തായിയുടെ അച്ഛൻ വരുന്നടാ. അയാളെ പോകാൻ പറ. ഞാൻ അങ്ങനെയാണ് അച്ഛൻ്റെ അടുത്ത് പോകാൻ പറയുന്നത്. അയാളെ പോകാൻ 22 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസിന് എന്നെ ഇട്ടിട്ട് പോയ മനുഷ്യനാണ്. എന്നിട്ട് വന്നിരിക്കണം അഭിനയം നിർത്തടാ. എടാ ഇടവകയിൽ അച്ഛൻ വന്നെന്നാ ഞാൻ പറഞ്ഞത്. നീ നമ്മുടെ മത്തായി. രണ്ടെണ്ണം അടിച്ച് ചെറുതായിട്ടൊന്ന് മത്തായി. അതല്ല, ലോനപ്പന്റെ മകൻ മത്തായി. അത് തന്നെ എന്നാണ് എന്റെ വിശ്വാസം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. നിന്റെ അപ്പൻ എന്നോടൊരു പരാതി പറഞ്ഞു. നീ കുടുംബമായിട്ടൊരു ഉത്തരവാദിത്തമില്ല, വഴിപിഴച്ച ജീവിതം വേണമെന്ന് പറയുന്നത് കേട്ടു. നീ വിശുദ്ധ പ്രമാണം വരെ കൊണ്ട് നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നത് കേട്ടു. നഷ്ടപ്പെടുത്തിയോടാ? 2 ദിവസം നമ്മൾ സാധാരണ ബാങ്കിൽ എത്തി. നാളെ എന്റെ പ്രമാണം. വിശുദ്ധ പ്രമാണം എന്ന് പറഞ്ഞാൽ ബൈബിൾ. ഓ ബൈബിൾ. ബൈബിളിനെ കുറിച്ച് എനിക്ക് ഒരുപാട് അറിയാം. ബൈബിളിനെ കുറിച്ച് എനിക്ക് എന്തറിയാം? അയ്യോ 15-ാമത്തെ വയസ്സിൽ പച്ച വെള്ളം പോലെ അരച്ച് കലക്കി കുടിച്ചവനാണ്. ബൈബിൾ എടുത്തോണ്ടോ? ഞാൻ ഇവനോട് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കാം. ആ ബൈബിളാണ് അരച്ച് കലക്കി കുടിച്ചത്. ബൈബിളില്ല. ഞാൻ ബൈബിൾ നിന്നോട് ചോദ്യം ചോദിക്കാൻ ഉത്തരം പറയുന്നു. ആദാമിന് എത്ര മക്കളുണ്ട്? 3. എടാ ആദാമിന് 2 മക്കളേ ഉള്ളൂ. ഒന്ന് കായേനും ഒന്ന് ഹാബേലും. അപ്പൊ അബു ആദാമിന്റെ മകൻ അബു. എടാ അത് സലികുമാറിനോട് എന്നോടാണ് ചോദിക്കുന്നത്. സലികുമാറിന്റെ പടത്തിലെ കാര്യം അറിയപ്പ പിരിഞ്ഞു വന്ന് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളൊക്കെ വല്ലതൊക്കെ തരുന്നുണ്ടോ? അപ്പൊ മൂത്തവൻ അമേരിക്കയിലല്ലേ, അവ ഒന്നും തരാറില്ലെന്ന്. പിന്നെ ഇളയവൻ അവന് ഇടയ്ക്കിടയ്ക്ക് തരണമെന്നുണ്ട്. ഞാൻ കൊള്ളാതെ അങ്ങ് ഒഴിഞ്ഞു മാറി. കുടുംബത്തിൽ ദൈവവിശ്വാസങ്ങൾ വളരെ കുറവാണ്. നിങ്ങളും ദൈവങ്ങളുമായിട്ട് ഒരുപാട് അടുക്കുന്നില്ല. ഞാൻ ചെറിയൊരു ഒരു ഉദാഹരണം പറഞ്ഞു തരാം. പണ്ട് ഞാൻ സുന്ദരമായ ഒരു കിളിയെ വളർത്തിയിരുന്നു. ആ കിളി വർഷങ്ങൾക്ക് ശേഷം പറന്നകന്നു പോയി. പറന്നുപോയി. അത് ഞാൻ ഒരു അണ്ണാനെ വളർത്തി. ആ അണ്ണാനും വളരെ സുന്ദരനായ ഒരു അണ്ണാനായിരുന്നു. അതും വളർന്നു വന്നപ്പോൾ അതും എങ്ങാണ്ടോട്ട് ചാടിപ്പോയി. അത് കഴിഞ്ഞ് ഞാൻ ഒരു മരം വളർത്തി. അതും ചാടിപ്പോയോ? മരം വളർത്തി. ആ മരം പടർന്ന് പന്തലിച്ച് വലുതായപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് പറന്നുപോയ ആ കിളി ആ മരത്തിൽ വന്ന് ചേക്കേറി. ചാടിപ്പോയ അണ്ണാനും ഈ മരത്തിൽ വന്ന് ചേക്കേറി. ഇതിൽ നിന്ന് മനസ്സിലായി. ഇതിൽ നിന്ന് എനിക്ക് വേറൊരു കഥയാണ്. എന്റെ ഒരു കൂട്ടുകാരൻ ഞാനൊരു ബീഡി വാങ്ങിച്ചപ്പോ അവൻ അതെടുത്തോണ്ട് പോയി. ഷിബു. പിന്നെ ഞാൻ ഒരു മിക്സർ വാങ്ങിച്ചപ്പോ രതീഷ് അതെടുത്തോണ്ട് പോയി. മരം നട്ടില്ല, ഒരു ഫുള്ള് വാങ്ങി. അപ്പൊ രതീഷ് ബീഡിയും കൊണ്ടുവന്ന് അവിടെ ചേക്കേറി. അവൻ മിച്ചറും കൊണ്ടുവന്ന് ഇവിടെ ചേക്കേറി. അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ചേക്കേറി. നിന്റെ കൂട്ടുകെട്ടാനെ മദ്യപാന്മാരുമായിട്ടാണ്. നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഓവറായിട്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ നിന്റെ എല്ലാ കണക്കുകളും ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെക്കും. ഞാൻ ഇന്ന് വരെ ആരെയും ഓസിന് അടിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് ദൈവം അവിടെ കണക്ക് പുസ്തകത്തിൽ? അതിന്റെ കാര്യമൊന്നുമില്ല. എന്താ എന്റെ പൊന്നു മത്തായി, ഇതിന്റെ ശ്വാസത്തിന് വരെ മദ്യത്തിന്റെ മണമാണല്ലോടാ. നീ എങ്ങനെ സ്വർഗത്തിൽ പോകൂടാ? ഇവിടെ നിന്ന് ശ്വാസം പോയിട്ടല്ലേ നമ്മൾ സ്വർഗത്തിൽ പോണത്. പിന്നെ അവിടെ നാറുമില്ലല്ലോ. അവനാണെങ്കിൽ പാട്ടും കൂത്തൊന്നും പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. നീ ഇടവകയുടെ ഒരു പൊതു ശല്യമാണ് കേട്ടോ. അവന്റെ റാപ്പിനോട് മാത്രമാണ്. അച്ഛൻ അവനൊന്ന് ഉപദേശിക്കണം. വിളിക്ക്. ഇതൊക്കെ ആണെങ്കിലും അച്ഛൻ എന്റെ കുഞ്ഞിന് ഇന്ന് വരെ ഇടവകയിൽ പാടാൻ ഒരു അവസരം കൊടുത്തിട്ടില്ല. അറിയാപ്പൻ അങ്ങനെ മാത്രം പറയരുത്. എന്താണ്? കഴിഞ്ഞ വർഷം ദുഃഖ വെള്ളിയാഴ്ചക്ക് ഇവന് പീഡാനുഭവത്തിന് കർത്താവിന്റെ പാട്ട് പാടാൻ ഞാൻ അവസരം കൊടുത്തു. ഇവൻ എന്താ പാടിയെന്ന് ചോദിച്ചു. പാടിക്കേ. യേശുവിനെ യൂതന്മാർ കുന്നുകുന്ന കുത്തി. യേശുവിനെ യൂതന്മാർ കുന്നുകുന്ന കുത്തി. യേശുവിനെ യൂതന്മാർ കുന്നുകുന്ന കുത്തി. യേശുവിനെ യൂതന്മാർ കുന്നുകുന്ന കുത്തി. കുത്തി കുന്നുകുന്ന കുത്തി. കുത്തി കുന്നുകുന്ന കുത്തി. കുത്തി
കുന്നു കുന്നു കുത്തി ഇവൻ പാടി തീരെ ഇടവകയിലെ ഒരു സംഘം ആൾക്കാർ പിച്ചാത്തിയായിട്ട് എന്നെ കുഞ്ഞുങ്ങളെ കുത്താനായിട്ട്. ഇവന്റെ ഈ പാട്ടോടെ കേട്ടോ എനിക്ക് വിശന്നിട്ട് രക്ഷയില്ല. കരിയപ്പ കഴിക്കാൻ എന്തെങ്കിലും ഒലക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. പ്രകൃതി സംഗീതമായിട്ടൊന്ന് ലയിക്കാൻ പോവുക. തിരിച്ചു പറഞ്ഞേ മോനെ. എന്റെ ദൈവമേ, എന്റെ അമേരിക്കൻ അച്ഛൻ പോകുന്നു. എത്ര നാളായി അച്ഛാ കണ്ടിട്ട്? അച്ചായൻ അതല്ല, ഞാൻ അച്ചായ. ഇത് ഞാൻ വന്ന പെട്ടിയാ. അച്ഛാ, ഈ പെട്ടി ഞാൻ പിടിക്കട്ടാ? എടാ ഇതൊന്ന് പിടിച്ചെടുക്കടാ, ഇതിനകത്ത സാധനം. ഓ, അതിനകത്താണ് അച്ഛാ. എന്നാ പിടി, പിടി, പിടി. അടിപൊളി. അതൊക്കെ പോട്ടെ. എന്റെ അപ്പച്ചനെ നിന്നിട്ട് നോക്കുന്നുണ്ടോ? അപ്പത്തിന് ഞാൻ നന്നായിട്ട് നോക്കുന്നുണ്ട്. ആണോ? സമയാസമയം മരുന്നും ആഹാരവും എല്ലാം കൊടുക്കുന്നു. പക്ഷെ മരുന്ന് കഴിക്കുന്നില്ല അച്ഛാ. മരുന്ന് കഴിക്കണല്ലേ? മരുന്ന് കഴിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഉദാഹരണത്തിന് കഴിക്കണം മറ്റേ സാധനം ഇവിടെ സംഭവം ഓക്കെ ഓക്കെ. ഞാന് നമ്മുടെ അപ്പച്ചന് മരുന്ന് എങ്ങനെയാണെന്നറിയാം കൊടുക്കുന്നത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. Liquor drinking is injurious to health. എന്റെ ഇവിടെ അടിച്ചൊരു ഒഴിഞ്ഞ കുപ്പി ഉണ്ടായിരുന്നു. ആ കുപ്പിയിൽ മരുന്ന് ഒഴിച്ച് ഞാൻ മിക്സ് ചെയ്യും. എന്നിട്ട് അപ്പച്ചന്റെ മുമ്പ് കൊണ്ട് കാണിച്ചിട്ട് അപ്പച്ചന്റെ പറഞ്ഞു, അപ്പച്ച നോക്കിയാണ്. അപ്പച്ചൻ പറഞ്ഞു എന്താണ്? ഞാൻ എന്തറിയാമോ, അങ്ങ് കുടിക്കും. എന്നിട്ട് അപ്പച്ചന് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. അപ്പച്ചൻ കുടിക്കൂല, നിർബന്ധിച്ച് കുടിക്കും. അങ്ങനെ അപ്പച്ചന് വീണ്ടും പറ്റിക്കാൻ വേണ്ടി ഞാൻ വീണ്ടും എടുത്ത് അടിച്ച് വീണ്ടും അപ്പച്ചന് മരുന്ന് കൊടുക്കണ്ടേ? അപ്പച്ചൻ കുടിക്കൂല. അങ്ങനെ അയ്യോ അതെ, ഞാൻ ഇവിടെ ആണെങ്കിലും നാട്ടിലാണെങ്കിലും അവക്ക് കൊടുക്കാതെ കുടിക്കൂല. കാരണന്മാർക്ക് കൊടുക്കാതെ കുടിക്കാൻ പാടില്ല. എല്ലാവരും ഇനി വന്നേ, എല്ലാവരും ഇനി വന്നേ. അതെ അച്ഛാ, ക്രിസ്മസ് പ്രമാണിച്ച് ഒരു ബാഡ് ന്യൂസ് പറയാനുണ്ട്. ആരും വിഷമിക്കരുത്. ഇല്ല, ഞാനത് പറയാൻ പോവാ. മനസ്സ് വിഷമിക്കരുത്. ഇല്ല അച്ഛാ, പറ. അപ്പൊ തീർന്നു. എന്റെ അപ്പനെന്നെ വിട്ടുപോയേ, എന്റെ അപ്പനെന്നെ വിട്ടുപോയേ, എന്റെ അപ്പനെന്നെ വിട്ടുപോയേ, എന്റെ അപ്പനെന്നെ വിട്ടുപോയി. എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്, എനിക്കിനി ആരുണ്ട്. എന്നെ വിട്ടുപോയില്ലേ, എന്റെ അപ്പനെന്നെ വിട്ടുപോയില്ല, എന്റെ അപ്പനെന്നെ വിട്ടുപോയില്ല. നിങ്ങളുടെ കൊപ്പ തീർന്നു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, കപ്പ തീർന്നു പോയെന്ന്. നാട്ടിന് വന്നിട്ട് കപ്പ പുഴുങ്ങ് തിന്നാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ കപ്പ മൊത്തം തീർന്നു പോയി. മൈക്കിള് വന്നോന്ന്. ആരാപ്പോ ഞാൻ വന്നപ്പോ അതെ വെളുത്ത് സുന്ദര കുട്ടനായല്ലോ. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെ മക്കളെ? എന്നാ അമേരിക്കയിലൊക്കെ ക്രിസ്മസ് ഒക്കെ ഉണ്ടാകും. എന്റെ അപ്പച്ച ഇവിടെ വല്ല ക്രിസ്മസ് ആണോ? അമേരിക്കയിലെ ക്രിസ്മസ് ആണ് ക്രിസ്മസ്. അടിച്ചുപോയി ആടിപൊളിയാ. അവിടെ സ്റ്റാർ ഒക്കെ ഇട്ടോടാ മക്കളെ. അപ്പച്ച അവിടുത്തെ സ്റ്റാർ ഞാനില്ല, എന്റെ മേളിലൊരു സ്റ്റാർ ഇല്ല. വേറെ സ്റ്റാർ ഇല്ല. കെട്ടി തൂക്കണേ കൊള്ളാം, ബൾബടിച്ച് പൊട്ടിക്കരുത്. മക്കളെ, നമ്മുടെ ഇവിടുത്തെ പോലെ ക്രിസ്മസിന് അവിടെ മത്സരങ്ങളൊക്കെ ഉണ്ടാകും. പിന്നെ അവിടെ ഭയങ്കര മത്സരം. അവിടെ ഏറ്റവും കൂടുതൽ മത്സരം ക്യാരംസ് കളിയാണ്. ക്യാരംസിൽ ഞാനാണ് വിന്നർ. പുഴി ചാടിക്കാൻ അവിടെ ആണെങ്കിലും ഇവിടെ ആണെങ്കിലും ഇവിടെ കഴിഞ്ഞ് മറ്റൊരാളില്ല. നിങ്ങളുടെ പെൺപിള്ളയുടെ പേരെന്താണ്? ജെഫ്രി. അല്ലാതെ റെഫറി ഒന്നും അല്ല. ബസ്സിലടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ അവിടെ പുറം നടക്കാൻ വേണ്ടി ആവശ്യമില്ല, അവനോട്ട് വഴക്കൂടാതെ കാര്യം നിനക്കറിയോ? ഇവൻ ഭയങ്കര റേപ്പാണ്. എന്റെ പിള്ളേർക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അവരെ കല്യാണം വരെ മുടങ്ങി പോകും. പരിപാടി നീ അവന്റെ പാട്ട് കേട്ടിട്ടില്ല? ഇല്ല. മൈക്കിളൊന്ന് പാടാം. Jingle bells,
go all the way